തൃശ്ശൂരിലെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. കടലാക്രമണം നടന്ന ചാവക്കാട് മുനക്കൈക്കടവ് ബീച്ചിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമോളപ്പിൽ, ഗുഡ് മോർണിംഗ്. തീരപ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ കടൽക്ഷോഭം ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജെയ്സൺ, ഇപ്പോൾ നിൽക്കുന്ന ഇടത്തെ അവസ്ഥ എന്താണ്? സുജിയ, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ചാവക്കാട് മുനിക്കൽ ബീച്ചിലാണ്. കഴിഞ്ഞ 30 വർഷം മുൻപ് പണിത ഒരു കടൽഭിത്തിയാണ് ഇപ്പോൾ തകർന്ന് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇന്നലെ ഇത് കടൽഭിത്തി തകർന്ന് ഈ പരിസരത്ത് ഏകദേശം 25ഓളം വീടുകളിലേക്ക് വലിയ തോതിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ വലിയ കരിങ്കല്ലുകളൊക്കെ മറഞ്ഞ് ഇനിയും കിടക്കാൻ പോകുന്ന സ്ഥിതിയാണ്. അടുത്ത ഒരു കടലാക്രമണത്തിൽ ഈ പരിസരം മുഴുവൻ തകർന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ജിയോ ബാഗുകൾ നാട്ടുകാർ തന്നെ സ്ഥാപിച്ചിരുന്നു. നാട്ടുകാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയ പ്രതിഷേധം. ഇന്നലെ എപ്പോഴാണ് ഈ കടലാക്രമണം ഇത്ര ശക്തമായത്? ഇന്നലെ ഒരു 12:30 മണിയോട് കൂടിയിട്ടാണ് വേലിയേറ്റം ശക്തമായത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ജിയോ ബാഗും അതിൻ്റെ മേലിൽ ഞങ്ങൾ മണ്ണ് നിറച്ചിട്ടിട്ട് അതിനെ സുരക്ഷ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഇന്നലത്തെ രൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭത്തിൽ അത് പൂർണ്ണമായിട്ട് തകർന്നതാണ്. ഇന്ന് 20ഓളം വീടുകളിലേക്ക് വെള്ളം ഇതിലേക്ക് കയറിയത്. കാലാകാലങ്ങളായിട്ട് ഇവിടെ കഴിഞ്ഞ 30 വർഷങ്ങളായി കാലാകാലങ്ങളായിട്ട് ഇത് അധികാരികളുടെ മുന്നിൽ കൃത്യമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് കടലിനെ കുറിച്ച് അറിയുന്നതാണ്. കൃത്യമായി അവരോട് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ്. ഇന്നലെ ഞങ്ങൾ റോഡ് ഉപരോധിച്ചപ്പോൾ തഹസിൽദാർ ഇവരൊക്കെ വന്ന് പറഞ്ഞു അങ്ങനെ അടിയന്തരമായിട്ട് അവരും പറയുന്നത് നിങ്ങൾ ന്യായമായിട്ടുള്ള സമരം എന്നാണ്. അപ്പോൾ ഗവൺമെൻറ് ഇത് വിഷയം എന്താണെന്നറിയാം, പരിഹാരം എന്താണെന്നറിയാം, എന്താണ് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ടില്ലെങ്കിൽ അടിയന്തരമായിട്ട് CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫണ്ട് ഭിത്തി കെട്ടണം എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ 2-3-4 ദിവസമായിട്ട് ഈ പരിസരം മുഴുവൻ, ഈ തീരദേശം മുഴുവൻ കടലാക്രമണം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിരുന്നു. പല സ്ഥലത്തും വീടുകൾ തകർന്നു പോയിട്ട് സ്ഥിതിയുണ്ട്. തെങ്ങുകളും മരങ്ങളെ കടപുഴകി കൊടുക്കുന്ന സ്ഥിതിയുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം ഈ മേഖലയിൽ കാണുന്നുണ്ടോ? ഒരു പരിഹാരവും നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടിട്ട് പൊലിമുട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 500 മീറ്റർ പൊലിമുട്ട് ആവശ്യപ്പെട്ട് അതിനും ഇവർക്കില്ല. ഇപ്പം മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇറിഗേഷൻ വകുപ്പിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫണ്ടില്ല എന്ന് പറയണത്. ഉള്ള ഫണ്ടിനാണ് ഇപ്പോൾ 3 ലോഡ് കല്ലടിച്ചെന്ന് പറഞ്ഞ വളവിൽ. ഇപ്പം ഇതിന് മുമ്പ് 35 വർഷം മുമ്പ് ഇതേമാതിരി ഞങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഉമ്മാരും നാട്ടുകാരും മൊത്തം എല്ലാവരും കൂടി റോട്ടിൽ ഇതേമാതിരി ഉപരോധം നടത്തി. സമയത്ത് തഹസിൽദാറും സബ് കളക്ടറും എല്ലാവരും വന്ന ശേഷം അന്ന് MLA PK ബാബായിരുന്നു. ആ സമയത്ത് ചെയ്തതാണ് ഈ കടൽഭിത്തി. പിന്നെ ഇതുവരെയായിട്ട് ഒരാൾ മെയിൻ്റനൻസ് പുതുക്കാനോ തീർക്കാൻ ആരും ഇതുവരെ വന്നിട്ടില്ല. ഒരു MP മാരോ ഒരു MLA. ഈ കടൽഭിത്തി പണിതിന് ശേഷം ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ജിയോ ബാഗ് ഇട്ടിട്ട് ലക്ഷങ്ങൾ വെള്ളത്തിൽ കലക്കുകയാണ്. മണ്ണ് ചാക്കിൽ നിറച്ചിട്ട് അത് പൂർണ്ണമായിട്ട് പൊളിഞ്ഞു പോയി. അപ്പോൾ ഇനി എന്താണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. കുടിവെള്ളമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ടത് കുടിവെള്ളം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കിട്ടാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് താമസിക്കുന്നത്. ഇന്നലെ ഒരു 12 മണിയോട് കൂടിയാണ് വീട്ടിൽ വെള്ളം കയറി. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മൊത്തത്തിൽ വെള്ളം കയറി 10 വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ പരിസരത്തൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ട്. 10 കൊല്ലമായിട്ട് ഈ സംഭവം തന്നെ നടക്കണം. എല്ലാം നടന്നുകൊണ്ടിരിക്കണം. ഈ ജിയോ ബാഗ് ഇട്ടുകൊണ്ടൊന്നും ഒരു പരിഹാരവും ഇല്ല. ഇപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ്. ചെറിയ പുലിമുട്ടുകളോട് കൂടിയിട്ടുള്ള ടെട്രാപോഡ് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട് ശാശ്വതമായ പരിഹാരം. നിരവധി സമരങ്ങളും അതോടൊപ്പം തന്നെ നിവേദനങ്ങളും നേരിട്ട് MLA, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ടും പരിഹാരം കാണില്ല. ഇപ്പോൾ കടൽക്ഷോഭം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ സ്ഥലമൊന്നും വന്ന് അളന്നെടുക്കുക പോകും മാത്രമാണ്. അതൊരു ജനപ്രതിനിധികൾ എന്തെങ്കിലും ചെയ്യുന്നു? ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഇന്നലെ ഇവിടെ ജനകീയമായ സമരം നാട്ടുകാരുടെ നേതൃത്വത്തിലുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ താൽക്കാലികമായ ഒരു ഭിത്തി ഇന്ന് ഏരക്ക് വന്ന് കെട്ടാമെന്ന് തഹസിൽദാർ ഏറ്റിരുന്നു. ഇതുവരെയൊക്കെ ആയിട്ടും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഇത് ഇന്നലെ നടന്നതൊരു സൂചനയാണ്. ഇനി ഇത് കണ്ടില്ല എന്ന് ഈ നാട്ടുകാരുടെ ദുഃഖങ്ങൾ, ഈ പ്രദേശത്തെ കടപ്പുറത്തെ തീരദേശവാസികളുടെ ദുഃഖം കണ്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരവുമായി നാട്ടുകാർ മുന്നോട്ട് പോകും. ഇത് ഈ 9-ാം വാർഡ് മുനക്കക്കടവ് കടപ്പുറം പഞ്ചായത്തിലെ 9-ാം വാർഡ് എന്ന് പറയുന്നത് ഒരു തുരുത്താണ്. തൊട്ടപ്പുറത്ത് 300 മീറ്റർ പുഴ, 50 മീറ്റർ കഴിഞ്ഞാൽ കടൽ. ഈ ഒരു തുരുത്തിൽ ഒരു ദ്വീപിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ പ്രദേശം ഇനിയും കടലെടുത്തു കഴിഞ്ഞാൽ ഈ വാർഡ് തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും പോകുന്നത്. സുജിയ, തീർച്ചയായും ഇവ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ഈ പരിസരത്ത് വന്നതാണ്. ഇവിടെ ഓരോ ദിവസവും കടൽ കൂടുതൽ കയറി വരുന്നു. ഒരു റോഡ് കടൽ ഏതാണ്ട് പകുതിയോളം എടുത്തു കഴിഞ്ഞു. വീടുകൾ തകരുന്ന അവസ്ഥയാണ്.
ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഈ തീരദേശവാസികൾ നേരിടുന്നത്. ഇവർ പറയുന്ന ജനപ്രതിനിധികളോട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ്. നിരന്തരമായ ആവശ്യമാണ് ഇവരുടെ കടൽ ഭിത്തി ശക്തമായ നിലയിൽ കെട്ടുക. 30 വർഷം മുൻപ് പണിത കടൽ ഭിത്തിയാണ് ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത്. ആ തകർന്നതിന് ശേഷമാണ് ഈ പരിസരത്തേക്ക് 20-ലധികം വീടുകളിലേക്ക് വെള്ളം കയറിയത്. ഇപ്പോഴും കനത്ത മഴ ഇവിടെ തുടരുകയാണ്. സുജയ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് ഇപ്പോൾ ചാവക്കാട് മുനക്കൽ ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പങ്കുവച്ചത്. കടലാക്രമണം ശക്തമാകുമ്പോൾ അവിടെ കടൽ കരകയറി വരുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നതിനെക്കുറിച്ച് പലതവണ നമ്മൾ തന്നെ സൂചിപ്പിച്ചതാണ്. കൃത്യമായ രീതിയിൽ കടൽഭിത്തി നിർമ്മാണം എന്ന ശാശ്വത പരിഹാരത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. ഇവിടുത്തെ മാത്രം കാഴ്ച